ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ച്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ചാണ്. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ മുഴുവനായി ഓതാൻ അറിയാത്ത ആളുകൾ, ഖത്തം തീർക്കാൻ അറിയാത്ത ആളുകൾക്ക് ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം ലഭിക്കാനുള്ള വഴിയും നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹ് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനൽ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ചാണ്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ മുഴുവനും ഖത്തം ഓതാൻ അറിയാത്ത ആളുകൾക്ക് ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം ലഭിക്കാനുള്ള വഴിയാണ് പറയുന്നത്. അതുപോലെ മൂന്നാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ചാണ്. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ ശരീഫ് കടന്നു വന്നാൽ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. സാധാരണ ഓതുന്നതിനേക്കാൾ കൂടുതലായി റമളാൻ ശരീഫിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കപ്പെട്ടത് പരിശുദ്ധമായ റമളാൻ ശരീഫിലാണ്. റമളാൻ ശരീഫ് പരിശുദ്ധ ഖുർആനിന്റെ വാർഷികത്തിന്റെ മാസമാണ്. അതുകൊണ്ടാണ് മുത്തു മുഅ്മിനീങ്ങൾ പരിശുദ്ധമായ റമളാൻ ശരീഫ് കടന്നു വന്നാൽ 1, 2, 3, 4, 5, 6 പ്രാവശ്യമൊക്കെ പരിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുന്നത്. ആ പരിശുദ്ധ ഖുർആൻ നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറും. നമ്മളെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിശുദ്ധ ഖുർആനിൽ മരുന്നുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തവും കൃത്യവുമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. അതിൽ ഒരു മടിയും കാണിക്കാൻ പാടില്ല. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ, പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളിൽ നമ്മളെ അടുക്കലേക്ക് വരും. എങ്ങനെ വരിക? ഷഫീഅൻ ലി അസ്ഹാബിഹി, നമ്മൾക്ക് ശുപാർശകനായി. അപ്പൊ നാളെ ഖിയാമത്ത് നാളിൽ ആരാരും സഹായിക്കാനുണ്ടാവൂല. നമ്മളെ മക്കള് സഹായിക്കാനുണ്ടാവൂല, ഭാര്യമാര് സഹായിക്കാനുണ്ടാവൂല, കൂട്ടുകാര് സഹായിക്കാനുണ്ടാവൂല. ആരാരും സഹായിക്കാനില്ലാത്ത അവസാന നാളില് നമ്മൾക്ക് സഹായിയായി പരിശുദ്ധ ഖുർആൻ വരികയാണ്. എപ്പോ? ഖുർആൻ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ. അള്ളാഹു ഖുർആൻ ഓതാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒരു ഹദീസിലൂടെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരാൾ പരിശുദ്ധ ഖുർആനിലെ ഒരു ഹർഫ് ഓതി കഴിഞ്ഞാൽ, ശരിക്കും ശ്രദ്ധിക്കണം, പരിശുദ്ധ ഖുർആനിലെ ഒരു ഹർഫ് ഓതി കഴിഞ്ഞാൽ അവനിക്ക് അള്ളാഹു ഒരു ഹസനത്ത് കൊടുക്കും. ഒരു ഹസനത്ത് 10 ഇരട്ടിയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ഹർഫ് ഓതിയാൽ തന്നെ 10 ഇരട്ടി പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമത്രേ. അത്രയും പവറാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആൻ നമ്മളെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ ആരാന്നറിയോ? അത് ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. അപ്പൊ ഖുർആൻ പഠിക്കുന്നതും പഠിപ്പിക്കലും വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മളെ മക്കളൊക്കെ നമ്മൾ ഖുർആൻ പഠിപ്പിക്കണം. അള്ളാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ മക്കളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ വക്താക്കളാക്കി മാറ്റട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് പറയാറുണ്ട്, ഉസ്താദെ ഞങ്ങൾക്ക് ചെറുപ്പകാലത്ത് മദ്രസയിലേക്കൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല, അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ ചെറിയ സൂറത്തുകൾ ഇങ്ങനെ കേട്ട് പഠിച്ചതാണ്, അല്ലാതെ വലിയ വലിയ സൂറത്തുകളൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഖുർആൻ ഖത്തം തീർക്കാൻ അറിയില്ല ഉസ്താദ്.
ഉസ്താദെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പല ആളുകളും ഖത്തം തീർത്ത സന്തോഷ വാർത്ത ഇങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഉസ്താദെ? ഖത്തം തീർത്ത പ്രതിഫലം ലഭിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പല സഹോദരിമാരും പല ഉമ്മമാരും ചോദിക്കാറുണ്ട്. അതിനൊരു പരിഹാരം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നു. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. സൂറത്തുൽ ഇഖ്ലാസ് അറിയാത്ത ആരും ഉണ്ടാകൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ആളുകൾക്കും സൂറത്തുൽ ഇഖ്ലാസ് അറിയാം. കാരണം നമ്മൾ ഏത് മജ്‌ലിസിൽ പോയാലും തുടക്കത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. അപ്പൊ അത് കേട്ട് പഠിച്ച ആളുകൾ ഉണ്ടാകും. എല്ലാവരും അത് കേട്ട് പഠിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം എല്ലാ ദിവസവും പാരായണം ചെയ്യുക. ഈ പരിശുദ്ധമായ റമദാനു ശരീഫില് സൂറത്തുൽ ഇഖ്ലാസ് കഴിവിന്റെ പരമാവധി ഓതുക. അതല്ലെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും പാരായണം ചെയ്യുക. ഒരു പ്രാവശ്യം ഓതിയാൽ 10 ജുസ് ഓതിയ പ്രതിഫലമാണ്. 2 പ്രാവശ്യം ഓതിയാൽ സുബ്ഹാനല്ലാഹ് 20 ജുസ് ഓതിയ പ്രതിഫലമാണ്. 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഇത് കേട്ടിട്ട് ഇനി ഖുർആൻ അറിയുന്ന ആളുകൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതാം, ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിരിക്കണ്ട. ഖുർആൻ അറിയാത്തവർക്കുള്ള ഒരു ടിപ്സാണ് നമ്മൾ പറഞ്ഞു തന്നത്. ഖുർആൻ ഓതാൻ അറിയുന്ന ആളുകൾ എന്തായാലും ഖുർആൻ മുഴുവനും ഓതണം. അത് അവരുടെ മേൽ കടമയുള്ള കാര്യമാണ് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ കലവറയാണ്. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചതായി കാണാം. മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ്, ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ 10 മർറാത്ത് 10 പ്രാവശ്യം 10 പ്രാവശ്യം ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് സ്വർഗ്ഗത്തിൽ കൊട്ടാരം നിർമ്മിക്കുകയാണ്. സൂറത്തുൽ ഇഖ്ലാസ് 10 അല്ല 30 പ്രാവശ്യം ഓതാൻ കഴിയും, 50 പ്രാവശ്യം ഓതാൻ കഴിയും. വളരെ സിമ്പിളായി ഓതി തീർക്കാൻ പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. പക്ഷേ അതിന്റെ പ്രതിഫലം നമ്മൾക്ക് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. വീട്ടിൽ കയറുന്ന സമയത്ത് ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ വീട്ടിലെ ദാരിദ്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതെയാക്കുമെന്നുള്ളതാണ്. 2 പ്രാവശ്യം പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ വീട്ടിലെയും അവന്റെ അയൽവാസിയുടെ വീട്ടിലെയും ദാരിദ്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതെയാക്കും. അത്രയും പവറാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടൊന്ന് പഠിച്ചാളിട്ടോ, അല്ലാതെ പിന്നെ വേറൊരു പോംവഴിയില്ല എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പഠിക്കാനുള്ള മനസ്സ് നൽകട്ടെ. അതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാനു ശരീഫ് കടന്നു വന്നപ്പോൾ ധാരാളം ഉമ്മാര് പരിശുദ്ധ ഖുർആൻ ഖത്തമുകൾ തീർക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പരിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുന്ന സമയത്ത് 5 കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഖുർആൻ ഖത്തം തീർക്കുന്ന സമയത്ത് പകലിന്റെ അവസാനത്തിലോ പകലിന്റെ ആദ്യത്തിലോ ആണ് അവസാനിപ്പിക്കേണ്ടത്. ഉച്ച സമയത്തൊന്നല്ല പരിശുദ്ധ ഖുർആൻ ഖത്തം തീർത്ത് അവസാനിപ്പിക്കേണ്ടത്. ഒന്നെങ്കിൽ സുബ്ഹിന്റെ സമയത്ത്, അതല്ലെങ്കിൽ ഒരു മഗ്രിബിന്റെ തൊട്ട് മുമ്പായി നമ്മളിത് അവസാനിപ്പിക്കലാണ് നല്ലത്. ഇത് മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യുസ്തഹബ്ബു സിയാമു യൗമിൽ ഖത്മി, ഖുർആൻ ഖത്തം തീർക്കുന്ന സമയത്ത് നോമ്പുണ്ടായിരിക്കൽ സുന്നത്താണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് പിന്നെ അത് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം നോമ്പ് കാലത്ത് എല്ലാവരും നോമ്പനുഷ്ഠിച്ചു കൊണ്ടായിരിക്കും പരിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുക. ഇനി നോമ്പല്ലാത്ത സമയത്ത് നമ്മൾ ഖുർആൻ ഖത്തം തീർക്കുകയാണെങ്കിൽ ആ ഖത്തം തീർക്കുന്ന സമയത്ത് അന്നത്തെ ദിവസം നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ മൂന്നാമത്തെ കാര്യം, ഫയുസ്തഹബ്ബു ഹുളൂരി മജ്ലിസിൽ ഖത്മി, ഒരു മജ്ലിസ് സംഘടിപ്പിക്കുക. നമ്മൾ ഖുർആൻ ഖത്തം തീർക്കുന്ന ദിവസം ഒരു മജ്ലിസ് സംഘടിപ്പിക്കുക. കുടുംബക്കാരൊക്കെ ഒന്ന് വിളിക്കുക, മരുമക്കളൊക്കെ ഒന്ന് വിളിക്കാൻ പറ്റിയൊരു ദിവസമാണല്ലോ, പരിശുദ്ധമായ റമദാനു ശരീഫുമാണ്. അപ്പോൾ നമ്മൾ ഖത്തം തീർക്കുമ്പോൾ അന്നൊരു സദ്യ നടത്തുക, അന്നൊരു വിരുന്ന് നടത്തൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനരായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പതിവ് അങ്ങനെയായിരുന്നു. ഖുർആൻ ഖത്തം തീർക്കുന്ന സമയത്ത് കുടുംബക്കാരൊക്കെ ഒന്ന് വിളിക്കും, എന്നിട്ട് അവിടെ വെച്ചിട്ട് എല്ലാവർക്കും ഒന്ന് ഭക്ഷണം കൊടുക്കും, എന്നിട്ടൊന്ന് റാഹത്താകുമെന്നുള്ളതാണ്. ഇത് സഹാബിമാര് ചെയ്തിട്ടുണ്ട്, മഹാന്മാര് ചെയ്തിട്ടുണ്ട്. അപ്പൊ പരിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുന്ന സമയത്ത് വിരുന്നുകാർ വീട്ടുകാരൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഒരു സദ്യ നടത്തി കൊടുക്കുക. അതുപോലത്തെ നാലാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുന്ന സമയത്ത് അദ്ദുആഉ ഇൻദ ഖത്മിൽ ഖുർആൻ, ഖുർആൻ അവസാനിപ്പിക്കുന്ന ദിവസം ദുആ ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖറഅൽ ഖുർആൻ, ഒരാൾ പരിശുദ്ധ ഖുർആൻ ഓതി, സുമ്മ ദആ, പിന്നെ അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 4000 മലക്കുകൾ അവന്റെ പ്രാർത്ഥനക്ക് ആമീൻ പറയുകയാണ്. ഒരു മലക്കല്ല, 2 മലക്കല്ല, 4000 മലക്കുകൾ അവന്റെ പ്രാർത്ഥനക്ക് ആമീൻ പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ്
പ്രദാനം ചെയ്യട്ടെ. അഞ്ചാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ ഖത്തം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത ഖത്തം നമ്മൾ തുടങ്ങണം. അല്ലാതെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ അടച്ചു പോകലല്ല. നമ്മൾ ഖത്തം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ഖത്തം തുടങ്ങി വെക്കണം. ഫാത്തിഹ സൂറത്ത് ഓതണം. അൽ ബഖറയിൽ നിന്ന് ഒരു പേജെങ്കിലും ഓതി വെക്കൽ അത് പ്രത്യേകം സുന്നത്താണ്. ഇനിയും ഞാൻ ഖത്തം തീർക്കുമെന്നുള്ള ഒരു സ്വരമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഖത്തം തീർത്തു കഴിഞ്ഞാൽ അടുത്ത ഖത്തം തുടങ്ങി വെക്കൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ റമളാനു ശരീഫിൽ ധാരാളം ഖത്തമുകൾ തീർക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നമുക്ക് അല്പം ദിക്ർ ചൊല്ലാം. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ, 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 അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വ അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വ അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വ അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വ അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വ അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ അർഹംനി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാ. ഇൻഷാ അല്ലാ, ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ 6 മണിക്ക് നമ്മളെ ചാനൽ നമ്മളെ മജ്ലിസ് ഉണ്ടാകും. ദിക്ർ ദുആ മജ്ലിസാണ്. അതിൽ വിശാലമായ പ്രാർത്ഥനയും ദിക്റും ഉണ്ടാകും. എല്ലാവരും അതിൽ പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.